ഹലോ, വെൽക്കം ടു ദ ആമിന കുക്ക് ബുക്ക് വീഡിയോ. ഇന്ന് നമ്മൾ കുഴിയും കുക്കറും ഒന്നും വേണ്ടാതെ നല്ല ഏറ്റവും എളുപ്പത്തിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു മന്തി നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങുന്നേക്കാളും ടേസ്റ്റായിട്ടും നല്ല രീതിയിലും ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഞാനിടുന്ന വീഡിയോസ് കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൻ ഒന്ന് അമർത്തുകയും ചെയ്യാം. അപ്പം നമുക്ക് കുഴിമന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ 1 കിലോ അടുപ്പിച്ചുള്ള ചിക്കനാണ് ഞാൻ എടുത്തേക്കുന്നത്. അതും വലിയ പീസ്. നമ്മളെപ്പോഴും സ്കിന്നോട് കൂടിയുള്ളതോ അതോ ഇത്രയും വലിപ്പമുള്ള പീസുകളെ മാത്രമേ മന്തിക്ക് എടുക്കാവൂ. അല്ലെങ്കിൽ നമ്മൾ ഇറച്ചി പൊടിഞ്ഞു പോവും. ചിക്കനാണെങ്കിൽ നമ്മൾ ഇറച്ചി നന്നായിട്ട് വേവുമ്പം പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നല്ലോണം കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ഇതുപോലെ ഫോർക്ക് വെച്ച് കുത്തുകയോ അല്ലെങ്കിൽ കത്തി വെച്ച് വരഞ്ഞു കൊടുക്കുകയോ ചെയ്താൽ മതി. ഓവറായിട്ടങ്ങ് വരഞ്ഞു കൊടുക്കണ്ട, ജസ്റ്റ് ഒന്ന് മുകളിൽ ഒന്ന് ഇതാക്കിയാൽ മതി. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചിക്കൻ നന്നായിട്ട് വെന്ത് പോകുമ്പം ഓരോ പീസുകളായിട്ട് അടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഏതിലാണോ മന്തി വയ്ക്കാൻ തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിൽ തന്നെ ആദ്യമേ എല്ലാം പുരട്ടി വെക്കാൻ നോക്കണം. നമ്മൾ പാത്രം മാറ്റുന്നതിനേക്കാളും ഒരേ പാത്രത്തിൽ തന്നെ വെക്കുന്നതായിരിക്കും നല്ലത്. ഞാനിവിടെ ഒരു പാൻ, അടി കട്ടിയുള്ള പാനാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ തന്നെയാണ് ചോറും ചിക്കനും എല്ലാം വേവിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ വരഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഓരോന്നായിട്ട് ഇങ്ങനെ നിരത്തി വെക്കണം. ലെയർ മുകളിൽ വെക്കരുത്, ഇങ്ങനെ തന്നെ വെക്കണം. അതിലേക്ക് ഒരു 4 ഏലയ്ക്ക ചെറുതായിട്ട് പൊടിച്ചത് ഒന്ന് തല്ലിയെടുത്താൽ മതി, അതിടണം. ഒരു 1.5 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഗരം മസാല. ചിക്കൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പൊടികൾ ഇടുന്നത്. ഇത് 1 കിലോ ചിക്കനുണ്ട്. 1.5 ടേബിൾ സ്പൂൺ മല്ലി, 1.5 ടേബിൾ സ്പൂൺ ഗരം മസാല. ഞാൻ പൊടികൾ പറയുമ്പോൾ തെറ്റിപ്പോകരുത്, ശ്രദ്ധിച്ചോണം. 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചത്. ഇതെല്ലാം പൊടികളാണ് ഇടുന്നത്. 1.5 ടേബിൾ സ്പൂൺ കുരുമുളക്, 1.5 ടേബിൾ സ്പൂൺ മുഴുവൻ കുരുമുളക് പൊടിയും ഇടണം, മുഴുവൻ കുരുമുളകും ഇടണം. 1.5 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലിയും അതുപോലെ തന്നെ ഇടണം. മല്ലിപ്പൊടിയും ഇടണം, മുഴുവൻ മല്ലിയും ഇടണം. അതിലേക്ക് 2 തക്കാളി ചെറുതായി അരിഞ്ഞത്. വലിയ തക്കാളിയാണെങ്കിൽ നിങ്ങൾ 1 തക്കാളി എടുത്താൽ മതി. അതിലേക്ക് 1 കപ്പ് മല്ലിയില അരിഞ്ഞതും 2 ചിക്കൻ സ്റ്റോക്ക് ചെറുതായി പൊടിച്ച് ഇതുപോലെ ആക്കിയിട്ട് നമുക്ക് ചിക്കനിലേക്കിട്ട് നന്നായിട്ട് പുരട്ടി വെക്കാം. ഈ സമയത്ത് ഉപ്പ് ഇടരുത്, കാരണം ചിക്കൻ സ്റ്റോക്കിൽ ഉപ്പുണ്ടായതുകൊണ്ട് നമ്മൾ ഈ സമയത്ത് ഉപ്പ് ചേർക്കുന്നില്ല. എല്ലാം മിക്സ് ചെയ്ത് ലാസ്റ്റ് സമയം ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്താൽ മതി. ഇതിലേക്ക് 1.5 കപ്പ് അല്ലെങ്കിൽ 2 കപ്പ് സൺഫ്ലവർ ഓയിൽ, 2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കണം. കുറച്ചധികം ഓയിൽ ഒഴിച്ചു കൊടുക്കണം. 1.5 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം. ഫുഡ് കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്താൽ മതി, വേണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്ത്. ഫുഡ് കളറും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുമ്പോൾ എല്ലാ ചിക്കനിലും എല്ലാ രീതിയിലും പിടിക്കുന്ന രീതിയിൽ വേണം നമ്മൾ മിക്സ് ചെയ്യേണ്ടുള്ളത്. അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം 1 ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കുറച്ച് ഓയിൽ എനിക്ക് വേണമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ലാസ്റ്റ് ഓയിൽ നോക്കിയിട്ട് ഉപ്പും നോക്കിയിട്ട് നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതൊരു 1/2-3/4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അത് കഴിഞ്ഞ് നമുക്ക് അരി വേവിക്കാൻ എടുക്കാം. ഞാനിവിടെ സെല്ല റൈസാണ് എടുക്കുന്നത്. നമ്മളെ മന്തിയിൽ ഒരുപാട് അരികൾ ഉണ്ടെങ്കിലും നമുക്ക് ഏറ്റവും ഉത്തമം സെല്ല റൈസാണ്. സെല്ല റൈസ് മന്തിയിൽ ആ ഒരു പെർഫെക്ഷൻ, അരിയിലെ ഒരു പെർഫെക്ഷൻ കിട്ടാനും പെട്ടെന്ന് വേവുകയും ചെയ്യും. അതിന് ഏറ്റവും ഗോൾഡൻ സെല്ല എന്ന അരിയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഇതിപ്പോൾ ഇവിടെ 1 കിലോ അരി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ലേശം വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകണം. നമ്മൾ അരി കഴുകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് ഞെവിടി കഴുകരുത്. അതിന് പകരം ലേശം വെള്ളം ഒഴിച്ച് കുറേശ്ശെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കൈ വെച്ച് ലേശം ഒന്ന് തിരുമ്മി കഴുകിയാൽ മതി. ഇതുപോലെ നമ്മൾ നന്നായിട്ട് കഴുകുമ്പോഴത്തേക്ക് ഉടഞ്ഞു പോകും. അങ്ങനെ അരി കഴുകി ഒരു 15 മിനിറ്റ് ഊറ്റാൻ വയ്ക്കാം. അരി വേവിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് ഒരു 6 പച്ചമുളക്. നിങ്ങൾക്ക് എരിക്ക് ആവശ്യമുള്ള പച്ചമുളക് എടുക്കാം. ഒരു 3 നാരങ്ങ, ഗ്രാമ്പ്, പട്ട, ഏലയ്ക്ക ഇതെല്ലാം പൊടിക്കാത്തത്, കുരുമുളക് സീഡ്, ഒരു 3 ലീഫ്, ബേ ലീഫ്,
ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് വെട്ടിത്തിളപ്പിച്ച വെള്ളം നമ്മൾ വെച്ച് ഊറ്റുകയാണ്. അതുകൊണ്ട് നമുക്ക് വെള്ളത്തിന് അളവില്ല. വെട്ടിത്തിളച്ച വെള്ളത്തിലേക്ക് പച്ചമുളക്, നാരങ്ങ, ബേ ലീഫ്, നമ്മൾ വെച്ചിരുന്ന സ്പൈസസ് എല്ലാം കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ട് വെട്ടിത്തിളയ്ക്കണം. ആ സമയം നമുക്ക് അരിയും കൂടെ ഇട്ട് കൊടുക്കാം. അരി ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, എല്ലാം കൂടെ എടുത്തിടരുത്, നമ്മൾ കൈ പൊള്ളും. കുറേശ്ശെ ഇട്ടതിന് ശേഷം അരി ഒട്ടാതിരിക്കാൻ ലേശം സൺഫ്ലവർ ഓയിലോ നാരങ്ങ നീരോ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയം തന്നെ അരിയിലേക്ക് ഉപ്പും ചേർക്കണം. അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ വെന്ത് തയ്യാറായി വന്നിട്ടുണ്ട്. ചിക്കൻ വേവിച്ച് ഒരു ഹാഫ് കുക്കൊക്കെ ആയതിന് ശേഷം നമ്മൾ ഇതിൽ നിന്ന് ഇറങ്ങിയ വെള്ളം ഒരു കിണ്ണിയിലേക്ക് മാറ്റി വയ്ക്കണം. കാരണം നമുക്ക് ഈ വെള്ളമാണ് ലാസ്റ്റ് ചോറിൽ മുകളിൽ ഒഴിച്ചു കൊടുക്കേണ്ടുള്ളത്. നമ്മൾ ഫുഡ് കളറും അല്ലാതെയും ചേർക്കുന്നതിന് പകരം ഈ ഒരു ഫ്ലേവറുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ മന്തിക്ക് പ്രത്യേകം ഒരു ടേസ്റ്റാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചിക്കൻ്റെ വെള്ളം മാറ്റി വയ്ക്കുന്നത്. ഒരുപാടങ്ങ് മാറ്റി വയ്ക്കേണ്ട, ലേശം മാറ്റി വെച്ചതിന് ശേഷം ആ ചിക്കനിലേക്ക് കുറച്ച് കിടക്കണം. ഇതുപോലെ മാറ്റി വെച്ചതിന് ശേഷം ആ സമയം കൊണ്ട് നമുക്ക് അരി വെന്തോന്ന് നോക്കാവേ. നമ്മൾ അരിയെല്ലാം ഒരുവിധം വെന്ത് ഒരു 95% ഒക്കെ വെന്താൽ മതി. ബാക്കി നമ്മൾ ദമ്മിലിടുമ്പോൾ വെന്തും ഒരുപാട് വെന്ത് പോയാൽ നമ്മളെ മന്തി കുളവായിട്ട് പോവും. നമ്മൾ ആ ഒരു പെർഫെക്ഷൻ ഒന്നും കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അരി കോരി നോക്കണം വെന്തോ ഇല്ലേ എന്നൊക്കെ, ഉപ്പും കണക്കാണോ എന്ന് നോക്കണം. ഈ ഒരു പരുവത്തിലാകുമ്പോൾ നമുക്ക് അരിയെല്ലാം വെന്ത് ഊറ്റി വയ്ക്കാം. അങ്ങനെ നമ്മൾ ചിക്കനെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ ഓയിലൊന്നും ഇല്ലല്ലോ, ആ ഓയിലെല്ലാം ഒരു കിണ്ണിയിലേക്ക് മാറ്റി അതേപടി ആ ചിക്കനും വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. കാരണം നമ്മൾ ഈ പാത്രത്തിലാണ് ചോറ് ഇട്ട് ദം ചെയ്യുന്നത്. ഈ ഓയിലിൽ വേണം നമ്മൾ ദം ചെയ്തെടുക്കാൻ, എന്നാലേ മന്തിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് മന്തിയുടെ മുകളിൽ ഒരു ചോറ്റിനൊക്കെ കളറ് കിട്ടാൻ വേണ്ടി ലേശം ഫുഡ് കളറ് വേണമെങ്കിൽ ചേർത്താൽ മതി. ലേശം ഫുഡ് കളറ് വെള്ളം ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്യാം. അതേ കണക്ക് തന്നെ മഞ്ഞൾപ്പൊടിയും ലേശം പാലോ വെള്ളമോ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് ലാസ്റ്റാണ് എടുക്കേണ്ടത്. ഈ സമയത്തൊന്നും നമുക്ക് വേണ്ട, അതുകൊണ്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ചിക്കനെല്ലാം നന്നായിട്ട് വൃത്തിയാക്കി ആ പാനിൽ കാണുന്ന ഐറ്റംസ് എല്ലാം മാറ്റി വയ്ക്കണം. ഇതെല്ലാം നമുക്ക് ചോറ്റിൻ്റെ മുകളിലേക്ക് ഇടേണ്ടതാണ്. ഇനി നമുക്ക് ചോറ് ദം ചെയ്യാം. അതേ ഓയിലിലേക്ക് നമ്മൾ വെന്ത് ഊറ്റി വെച്ചിരിക്കുന്ന ചോറ് ഓരോ ലെയറായിട്ട് വേണം ദം ചെയ്ത് കൊടുക്കേണ്ടുള്ളത്. കാരണം ഒറ്റയടിക്കെടുത്ത് നമ്മൾ ചോറൊന്നും തട്ടാൻ പാടില്ല, ഒരു ഫിനിഷിങ്ങും കിട്ടത്തില്ല നമുക്ക് ദം ചെയ്യാൻ. അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് ലെയറായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരുന്ന ആ ചിക്കൻ്റെ സ്റ്റോക്കും അരപ്പും കൂടെ ചോറ്റിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് തന്നെ നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരുന്ന ഫുഡ് കളറും കൂടെ ഒഴിച്ച് നമ്മൾ മഞ്ഞൾപ്പൊടി കലക്കിയതും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ സമയം നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് വേണം ചോറ് ദം ചെയ്യാൻ വേണ്ടി ഇടാൻ. ഇനി നമ്മൾ ചിക്കൻ ഓരോന്നായി പറക്കി മുകളിൽ വെച്ച് കൊടുക്കാം. നമ്മൾ ചിക്കൻ വെക്കുമ്പോൾ സൂക്ഷിച്ച് വേണം വെക്കേണ്ടുള്ളൂ. ഒരു ലെയർ ഇട്ടതിന് ശേഷം മാത്രമേ ചോറ്റിൻ്റെ മുകളിൽ ചിക്കൻ വെക്കാവൂ. അതേ കണക്ക് തന്നെ അടുത്ത രീതിയിലും ചോറ് മുകളിലോട്ട് ഇട്ട് ദം ചെയ്ത് മാറ്റാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ചിക്കൻ അടിയിലായി പോകുമ്പം ചോറ് ഇളക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ചിക്കൻ പൊടിഞ്ഞു പോവാതിരിക്കാൻ. അങ്ങനെ നമ്മൾ മന്തിയിലെ ഏറ്റവും ലാസ്റ്റത്തെ ഘട്ടമാണ്. ഫുഡ് കളറ് അതേ രീതിയിൽ തന്നെ മുകളിൽ വീണ്ടും ഒഴിച്ചു കൊടുത്തതിന് ശേഷം ബാക്കി ബാലൻസ് വന്ന പീസും കൂടെ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ മന്തിയിലെ ലാസ്റ്റ് പ്രോസസ്സിംഗ് ആണ് ഇത്. നമ്മൾ മന്തിയിൽ ലാസ്റ്റ് കനലായിട്ട് വയ്ക്കാൻ ഉപയോഗിക്കുന്ന, നമ്മൾ കനലില്ലെങ്കിൽ ചിരട്ടയുടെ ചെറിയ കഷ്ണങ്ങൾ ഇതുപോലെ പൊളിച്ചെടുത്തതിന് ശേഷം നമ്മളെ ഗ്യാസിൽ വെച്ച് നന്നായിട്ട് കനലാക്കി എടുക്കാം. അങ്ങനെ കനലാക്കി എടുത്ത ചിരട്ടക്കനിയും ചോറ്റിൻ്റെ ഒരു പാത്രത്തിലാക്കി ചോറ്റിൻ്റെ ഇടയിലോട്ട് ഇങ്ങനെ താഴ്ത്തി വെച്ച് കൊടുക്കണം. ഒരുപാട് മുകളിൽ വയ്ക്കരുത്, ജസ്റ്റ് ഒന്ന് താഴ്ത്തിയാൽ മതി. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അടച്ച് മൂടി വെച്ച് ഇതുപോലെ
മുകളിൽ കട്ടിയുള്ള പാത്രത്തിൽ വെച്ച് കൊടുത്ത് തീ കത്തിച്ച് ഒരു 5 മിനിറ്റ് ദം ചെയ്യാം. അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ മന്തി റെഡി ആയിരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണേ.